പ്രേംകുമാർ ചേട്ടാ, അതായത് ചേട്ടന്റെ ചില ക്യാരക്ടേഴ്സിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പേരുകളാണ് കിട്ടിയിരിക്കുന്നല്ല അല്ലെ? അതിൽ ഒന്നാമത്തെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സുന്ദരൻ, അതാണ് ഉമീസ്, അങ്ങനെ കുറെ പേരുകൾ, കിട്ടുണ്ടി. അതെ. അപ്പൊ ഞാൻ അതായത് ചേട്ടന്റെ ഒരു ഓർമ്മ പരീക്ഷിക്കണ പോലെ ഞാൻ കുറച്ച് ചേട്ടന്റെ ക്യാരക്ടേഴ്സിന്റെ പേര് പറയും. അപ്പൊ അത് ഏത് സിനിമയാണ്, അതിൽ ആ ഒരു പ്രശസ്തമായ ഡയലോഗ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ചേട്ടനൊന്ന് പറയണം. ഓക്കെ, ആദ്യം നമുക്ക് ഏതാണ് പറയേണ്ടത്? സതീഷ് കൊച്ചിൻ, പുതുക്കോട്ടയിലെ പുതുമണമാണ്. പുതുക്കോട്ടയിലെ പുതുമണമാണ്. ഗാനഭൂഷണം കൊച്ചിൻ. അതെ അതെ, അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തുണ്ട് കഴിക്കാൻ, അതൊക്കെ പറയുന്നത്. നീ കഞ്ഞി വെച്ചില്ലടാ? ഇല്ല. എടാ, മനുഷ്യനായ കുറച്ച് ആത്മാർത്ഥ വേണോടാ. അതെ, ഈ ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നവര് ചായയെങ്കിലും ഇട്ടാടാ. ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും ഇല്ല 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 അല്ല. എന്നാ ഒരു സാധനം ഉണ്ട്, നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ കുറച്ചുകൊണ്ട് ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്തപ്പോൾ എടുക്കാമല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാം, ശരി 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 ശരി, അതൊക്കെ ഓക്കെ. എൻ്റെ 25 രൂപ ഉണ്ടല്ലോ, അതെങ്കിലും എടുത്തുണ്ടോ? സോറി, ആ 25 രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങി തേച്ചു എന്നൊക്കെ പറയുന്നത്. അതെ, അത് ഭയങ്കര രസമുള്ള സീനാണ് അല്ലേ. ഇനി അടുത്തത് സുന്ദരൻ, അത് അനിയൻ ബാവ ചേട്ടൻ ബാവയുടെ ഡയലോഗാണ്. അല്ല, അത് പിന്നെ ടേപ്പ് റെക്കോർഡറും കൊണ്ട് പിന്നെ ജയറാമിൽ നിന്നൊരു വളരെ നിർണായകമായ ഒരു രഹസ്യം ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ചേട്ടനെ ടേപ്പ് റെക്കോർഡറൊക്കെ ആയിട്ട് ഓൺ ചെയ്ത് വെളിയിൽ റെഡിയായി നിൽക്കുന്നു. ഉടുവിലേട്ടനും പിന്നെ ജയറാം ഒരു റൂമിനകത്തിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇടിച്ച് കയറി ചെന്നിട്ട് പുള്ളിയെ കൊണ്ടൊരു സത്യം പറയിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഈ അമ്മാവന്മാരെ കേൾപ്പിച്ചിട്ട് ജയറാമിനെ ഇവിടുന്ന് പുറത്താക്കണം. അതിനുവേണ്ടി ഇതെല്ലാം റെക്കോർഡ് ചെയ്യിപ്പിച്ച് ജയറാമൻ, നീ പിന്നെ വല്യമ്മാവിൻ്റെയും ചെറിയമ്മാവിൻ്റെയും പെമ്മക്കളെ മാറി മാറി പ്രേമിക്കുമല്ലേ? അപ്പോൾ ജയറാമൻ അതെല്ലാം പ്രേമിക്കും. എന്നിട്ട് നീ ഇതിലാരെ കല്യാണം കഴിക്കും, അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഇതൊക്കെ കൂടെ ജയറാം പറഞ്ഞിട്ട് ഉറക്കെ പറയടാ എന്നൊക്കെ പറഞ്ഞ് ജയറാമിനെ കൊണ്ട് കംപ്ലീറ്റ് ഉറച്ച് പറഞ്ഞിട്ട് വെളിയിൽ ഇന്ദ്രൻ സെറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ രഹസ്യങ്ങളും പൊളിക്കാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കിട്ടിയിട്ട് ടേപ്പ് റെക്കോർഡ് കൊണ്ട് നേരെ വല്യമ്മാവനെയും ചെറിയമ്മാവനെയും ഇത് ഓൺ ചെയ്ത് കേൾപ്പിക്കുമ്പോൾ ഇതിനകത്ത് കേൾക്കുന്നൊക്കെ വേറെ ചില അങ്ങനെ ആകെ ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് ആകെ തകർന്നിട്ട് ഇന്ദ്രൻ സേട്ടനോട് ചോദിക്കും, എവിടെ നിന്ന് കിട്ടിയതാ ഈ പണ്ടാരം ചോദിക്കും. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് എന്തോ ഉണ്ടായിരുന്നു, അതിങ്ങനെ റെക്കോർഡിങ് പിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് മുതലാളി സന്ദേശിച്ചാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു കംപ്ലൈൻറ്റ്? റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ലെന്നായിരുന്നു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇന്ദ്രൻ സേട്ടനോട് ഒറ്റ അടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആ സീനൊക്കെ ശരിക്കും തിയേറ്ററിൽ അതിലാണ് നമ്മുടെ അല്ല, അത് ശരിക്കും ഈ ഒരു പിന്നെ അമ്മാവന്മാരെ വിളിക്കുന്ന ഡയലോഗാണ്. അത് സിനിമയിൽ ഞാൻ വളരെ ഒരു അല്പം എക്സാജറേഷൻ ഉണ്ട് എന്നുള്ളത്. പക്ഷെ പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട മിമിക്രി കലാകാരന്മാരാണ് പറഞ്ഞു പോപ്പുലർ ആക്കിയത്. അപ്പൊ അവര് വിളിക്കുന്നവരാണെങ്കിൽ ഞാൻ വിളിച്ച് കപ്പിക്കാം. അവര് വിളിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഇതാണ്. അത് ശരിക്കും പിന്നെ ആ രീതിയിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ പ്രേംകുമാർ അല്ലാന്ന് ആൾക്കാർ. അല്ല, അതുപോലെ എനിക്ക് അന്ന് കിട്ടിയിരുന്ന കഥാപാത്രങ്ങൾ പലതും ഒരു നോർമൽ ഒരു ബിഹേവിംഗ്, ചിലപ്പോൾ എക്സാജറേഷൻ, കുറച്ച് ഓവർ ഡൂയിങ്. അത് ഇതാണ് ആദ്യത്തെ കണ്ടു. അത് ഏതോ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നപ്പോ മാറിപ്പോയി. അങ്ങനെ ഈ മുതലാളി വിരട്ടിയിട്ട് അവസാനം ആ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും തട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഇതിലേത് കുട്ടിയാണെന്ന് ചോദിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് പറഞ്ഞാലും പുള്ളി ഒരു അതാണ് ഉർമീസ്, അതാണ് ഉർമീസ് അങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം ഈ മുതലാളി പറയും, അതെ ഉർമീസ്, കാര്യമൊക്കെ ശരിയാ, പക്ഷെ നീ എപ്പോഴും അതാണ് ഉർമീസ് അതാണ് ഉർമീസ് എന്നിങ്ങനെ പറയണ്ട. അപ്പോൾ പുള്ളി പറയും, ശരി, മുതലാളിക്ക് അങ്ങനെ ഒരു വാക്ക് ഇഷ്ടമല്ലെങ്കിൽ മേലിൽ ഞാൻ ഇനി അങ്ങനെ ഒരു വാക്ക് പറയില്ല, അതാണ് ഉർമീസ് വീണ്ടും. അപ്പൊ ഇത് ഇങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടർ. പിന്നുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ കിട്ടുണ്ണി, അത് മൈ ഡിയർ കരടി. അത് വാറുണ്ണിയുടെ ബന്ധുവായിട്ടുള്ള പിന്നെ കിട്ടുണ്ണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നത്. വേട്ടക്കാരൻ ഒരു കരടിയെ വെടിവെച്ച് ഇടാൻ വേണ്ടിട്ട് വരുന്നതാണ്. മനസ്സിലായി. കലാഭമണിയായിരുന്നു അതിനകത്ത് സംഭവം വരുന്നത്. അത് കിട്ടുണ്ണി എന്നുള്ള ക്യാരക്ടർ. അപ്പൊ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത ആ പേരിലാണ് നമ്മളിപ്പോൾ ചോദിച്ചത്. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോഴും ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലിരുന്നിരിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ട്രോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടന്റെ ക്യാരക്ടർ നെയിംസ് വെച്ചിട്ട് എന്നാൽ അതിലെ മെയിൻ ലീഡായിട്ടുള്ള നായകന്റെയും അത് നമുക്ക് ഓർമ്മയില്ല. സോ അതൊരു വലിയൊരു കാര്യമാണ്, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ? അല്ല, അതിപ്പോ എൻ്റെ ഒരു മിടുക്കോ കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. അത് ശരിക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എഴുതി തന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനാണ് അതിന്റെ ഒരു ഇത് ഞാൻ കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് എല്ലാവരും എഴുതി പ്രേംകുമാർ എന്ന നടന്റെ കയ്യിൽ തന്നെ അങ്ങ് ഏൽപ്പിക്കുകയാണ് അല്ലേ? അതിങ്ങനെ ഒരു ഭാഗ്യം പോലെ നമുക്ക് അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. അതിപ്പോഴും പ്രേക്ഷകർ ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സന്തോഷം. അതെ.